സമ്മർ വെക്കേഷന് പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് വണ്ടർഫോൾസ്. എല്ലാ വർഷവും പിള്ളേരൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകാറുണ്ട്. ഐ മീൻ പിള്ളേരെ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് വിജയ് പാർക്കിലേക്കാണ്. ഇവിടെ വന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പിള്ളേർക്കാണെങ്കിൽ കളിക്കാൻ പറ്റും, നമുക്കാണെങ്കിൽ കുറച്ചു നേരമൊക്കെ വിശ്രമിക്കാനും പറ്റും. എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കണേ. അത്യാവശ്യം തണലുള്ളടത്ത് റെസ്റ്റ് പ്ലേസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് വിശ്രമിക്കാനും പറ്റും. പിന്നെ ഒരു കാര്യം, പഴയതുപോലെ കളിക്കാനുള്ള സ്പേസ് ഒന്നും അധികം ഇവിടെ ഇല്ല കേട്ടോ. മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് മറ്റും ആണെന്ന് തോന്നുന്നു. മുമ്പുണ്ടായിരുന്ന വലിയ സ്ലൈഡൊന്നും ഇപ്പൊ ഇല്ല. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടേക്ക് പോകാൻ മറക്കല്ലേ. കാരണം അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷമായിട്ട് ഏറ്റെടുത്ത് വേണം നമ്മളെല്ലാം നടത്തി കൊടുക്കാൻ. ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിൽ ഇതൊക്കെയാണ് നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ്. അവരുടെ ഈ ഒരു പ്രായം എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു കിട്ടാത്തതാണ്. അതുകൊണ്ട് അവരുടെ മാക്സിമം മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് നമ്മളാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വണ്ടർഫോൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അമ്മ അതിന്റെ ടിക്കറ്റ് ഒക്കെ എടുക്കാനായിട്ട് പോയിക്കുവാണ്. വേറെ ഹെഡ് 199 അങ്ങനെ എന്തോ ആണ്. അവിടെ ചെന്നിട്ടാണെങ്കിൽ DJ ഏരിയയിൽ ഭയങ്കര സൗണ്ട് ആണ്. പിന്നെ അതേപോലെ ക്ലോറിൻ വെള്ളം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അഡീഷണൽ ഡ്രസ്സൊക്കെ എടുത്താൽ നിങ്ങൾക്ക് അതിലൊക്കെ കളിക്കാം. പക്ഷെ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. ആ ഒരു ഫ്ലവർ തീം പാർക്കിലേക്കാണ് ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഇതാണ്. ഇനി എനിക്ക് ചെടിയൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തൊരു സ്പോട്ടും അത് തന്നെയാണ്. അവരുടെ ഓരോ അറേഞ്ച്മെന്റ്സ് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാറുന്നല്ലേ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. എല്ലാവട്ടം പറയുന്ന പോലെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. നമ്മുടെ സ്വന്തം പൈസയ്ക്ക് നമ്മൾ പോയി എൻജോയ് ചെയ്തിട്ട് എന്റെ ഒരു പേഴ്സണൽ റിവ്യൂ നിങ്ങളെ അറിയിക്കുന്നത്. ഇതായിരിക്കണം പുഷ്പക വിമാനം. മനുഷ്യരായിട്ട് കുറെയൊക്കെ ഇവിടെ ഡാമേജ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ണൻ ഈ ഒരു അരയനത്തിൽ ഇരിക്കുമ്പോഴാണ് രണ്ട് പിള്ളേർ വന്ന് എനിക്ക് പൂ തരുന്നത്. അത് കണ്ടിട്ട് ചെറിയ കുശം കയറിയിട്ടായിരിക്കണം ആശാനും എനിക്ക് കൊണ്ടു തന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാർ. പിന്നെ അപ്ലയൻസസ് ഉള്ള ഒരു ഏരിയയിലേക്കാണ് പിന്നീട് പോയിട്ടുണ്ടായിരുന്നത്. അപ്ലയൻസസ് മാത്രമല്ല നിറയെ കടകളുണ്ടായിരുന്നു. അവിടെ എന്റെ ഒരു ഫേവറേറ്റ് ഏരിയ ഈ ഒരു ബുക്ക് സ്റ്റോൾ ആയിരുന്നേ. 150 റുപ്പീസിന് ഈ ഒരു ബുക്ക് ഞാൻ മേടിച്ചു. പിന്നെ നിങ്ങൾക്കറിയാലോ ഞാനൊരു പാവ് ഭാജി ഫാനാണ്. അതുകൊണ്ട് ഇവിടെ ഒത്തന്റിക് കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഫുഡ് കോർട്ടാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ചത്. പക്ഷെ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ണ് തള്ളിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ബീച്ചിലെ ഒരു ബജിക്കടയിൽ നിന്ന് കുറച്ച് കോളിഫ്ലവർ ബജി വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ വീട്ടിൽ കുത്തിയിരിക്കാതെ ഇടയ്ക്കൊക്കെ പുറത്തോട്ട് ഇറങ്ങി